പഹൽഗാം ഭീകരാക്രമണം നടന്നിട്ട് ഇന്നേക്ക് 1 മാസം തികയുകയാണ്. ജമ്മു കശ്മീരിൽ നിന്ന് ഏപ്രിൽ 22-ന് ഉച്ചയ്ക്ക് ശേഷമാണ് രാജ്യത്തെ നടുക്കിയ വാർത്ത പുറത്തേക്ക് വന്നത്. ആദ്യം ഭീകരാക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടുവെന്ന വിവരമാണ് എത്തിയത്. എന്നാൽ പിന്നീടാണ് ഈ നിഷ്ഠൂരാക്രമണത്തിന്റെ വ്യാപ്തിയും ഭീകരതയും രാജ്യമാകെ അറിയുന്നത്. മതം ചോദിച്ച് ഭീകരവാദികൾ 26 പേരെയാണ് കൊലപ്പെടുത്തിയത്. ജമ്മു കശ്മീരിലെ ജനങ്ങളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനും സാധാരണ നിലയിലാക്കാനുമുള്ള നീക്കങ്ങളെയാകെ അട്ടിമറിക്കുന്നതായിരുന്നു പഹൽഗാമിൽ നടന്ന ഈ ഭീകരാക്രമണം. സാധാരണക്കാരുടെ ജീവനെടുത്ത് കാട്ടിലേക്ക് ഓടിമറഞ്ഞവരുടെ ചിത്രങ്ങളും പേര് വിവരങ്ങളും പുറത്തുവന്നെങ്കിലും ഇവരെ ഇനിയും പിടികൂടാനായിട്ടില്ല. ആക്രമണത്തിന് പിന്നിൽ പാക് ഭീകരവാദി സംഘടനകളാണെന്ന് മണിക്കൂറുകൾക്കകം തന്നെ വ്യക്തമായിരുന്നു. ലഷ്കർ-ഇ-തൊയ്ബയുടെ ഉപസംഘടന TRF ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു. ഭീകരർക്കു വേണ്ടി സുരക്ഷാസേന വ്യാപകമായ തെരച്ചിൽ തന്നെ നടത്തി. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ തിരക്കിട്ട യോഗങ്ങളും നടത്തി. ഒടുവിൽ പഹൽഗാമിൽ സ്ത്രീകളുടെ സിന്ദൂരം മായ്ച്ച ഭീകരർക്കെതിരെ 15-ാം നാൾ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ ശക്തമായി തിരിച്ചടിച്ചു. പാക് മണ്ണിലെ പ്രധാനപ്പെട്ട 9 ഭീകര കേന്ദ്രങ്ങളാണ് ഒറ്റരാത്രി കൊണ്ട് ഇന്ത്യ കൃത്യമായ ആസൂത്രണത്തിലൂടെ തകർത്തത്. 100-ലേറെ ഭീകരർ ഈ ആക്രമണത്തിൽ മരിച്ചെന്നാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ. അങ്ങനെ ഭീകരരെ അയച്ചവർക്ക് തിരിച്ചടി നൽകിയതോടെ രാജ്യത്തുയർന്ന രോഷം കുറച്ചെങ്കിലും തണുപ്പിക്കാൻ കേന്ദ്രത്തിനായി. എന്നാൽ ഇന്ത്യയുടെ പ്രത്യാക്രമണത്തിന് പകരം ചോദിക്കാനിറങ്ങിയ പാക് പട്ടാളം അതിർത്തിയിലെ പാവങ്ങളുടെ വീടുകൾക്ക് നേരെയടക്കം ഷെല്ലാക്രമണം നടത്തി. എന്നാൽ അതിനും ശക്തമായ തിരിച്ചടി തന്നെ ഇന്ത്യ നൽകുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. ലാഹോറിന്റെയും റാവൽപിണ്ടിയുടെയും ഇസ്ലാമാബാദിന്റെയും ആകാശം ഇന്ത്യ കീഴടക്കി. പിന്നാലെ ആണവ ഭീഷണി അടക്കമുള്ള ആക്രോശങ്ങൾ താഴ്ത്തിവെച്ച് പാകിസ്ഥാൻ ഇന്ത്യയ്ക്ക് മുന്നിൽ വെടിനിർത്തലിനായി അപേക്ഷിച്ചു. ജലവും രക്തവും ഒന്നിച്ചൊഴുകില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വ്യക്തമാക്കി. പഹൽഗാം ആക്രമണത്തെക്കുറിച്ച് പറയുമ്പോൾ ചരിത്രത്തിലിടം നേടിയ പെൺകരുത്തുകളെപ്പറ്റി പ്രതിപാദിക്കാനാകാതെ പോകാനാകില്ല. കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും സ്ത്രീകളുടെ കണ്ണീരിന് പ്രതികാരം ചോദിക്കാനെത്തിയപ്പോൾ അത് രാജ്യത്തിന്റെ അഭിമാനമായി മാറുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. അതോടൊപ്പം തന്നെ ഭീകരവാദത്തിന് ഇരയായവരുടെ കുടുംബങ്ങൾ നടത്തിയ പക്വമായ പ്രതികരണങ്ങൾ രാജ്യം ഒരു കലാപത്തിലേക്ക് പോകുന്നത് തടഞ്ഞു എന്നതും രാജ്യത്തിന് ആശ്വാസം നൽകുന്ന കാര്യമാണ്. നാഷണൽ ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.